2026 കാർ ലവേഴ്സിന് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഇയറാണ്. നമ്മൾ ഒരുപാട് ഫേസ് ലിഫ്റ്റ്സ് കണ്ടു, ഒരു ന്യൂ ലോഞ്ചസ് കണ്ടു. പിന്നെ അതുപോലെ ഫെറാറി പോലെയുള്ള കുറേ പല പല ന്യൂസ് കാർ ലവേഴ്സ് കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ആദ്യം ഇറങ്ങിയ ഒരു മോഡലായിട്ടാണ്. അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ്. സോ ദ റിയൽ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് ഇവോൾവ്? ഇതൊരു കാർ കുറെ കൂടി സ്മാർട്ടറായി, ഷാർപ്പറായി, പ്രീമിയം ലുക്കായി. സോ നമുക്ക് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇസ് ഇറ്റ് ഇവോൾവ് എന്നുള്ളതാണ്. അതോ ഒരു ജസ്റ്റ് കോസ്മെറ്റിക്സ് ട്വീക്സ് മാത്രമാണോ? സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. Welcome to Motor Minds and Review Skoda Kushaq 2026 facelift. നമുക്കറിയാം, സ്കോഡ ഡിസൈൻസ് എന്നും എപ്പോഴും ഒരു എലഗൻറ്റ്, ഒരു യൂറോപ്യൻ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ഒരു ഡിസൈൻസ് ആണ് സ്കോഡയുടെ. അപ്പം നേരത്തെ ഇറങ്ങിയ കുഷാക്ക് ആണെങ്കിലും സ്ലാവിയൊക്കെ ആണെങ്കിലും എല്ലാം അതൊരു ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു നെക്സ്റ്റ് ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു കുഷാക്കിൽ ഒരു കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി. കാരണം ഇപ്പം നമുക്ക് ഈ ഒരു 2026 എസ്പെഷ്യലി മറ്റു വണ്ടികളൊക്കെ ഇറങ്ങിയപ്പോൾ, ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറങ്ങിയപ്പോൾ അതൊന്ന് ഒരു ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്നവരുണ്ട്. അതിന് ഒരു മറുപടി എന്നോണം ഇത് എക്സ്റ്റീരിയർ ലുക്സ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ഫ്രണ്ട് ഡിസൈൻസ്, അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു ഗ്രില്ല് തന്നെയാണ്. നമുക്കിപ്പം ഒരു സ്കോഡയുടെ ഫാമിലി ഗ്രില്ലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് മോണ്ടെ കാർലോ ആണ്, അതിൻ്റെ ഒരു ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഒരു ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ഗ്രില്ല് ഏരിയ ആണ്. വെർട്ടിക്കൽ സ്ലാറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. മോണ്ടെ കാർലോ ആയതുകൊണ്ട് ഒരു റെഡ് സ്ട്രൈപ്സ്, ഒരു ചെക്കഡ് ഫ്ലാഗ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ്, ഒരു സ്പോർട്ടിയർ ലുക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ബോണറ്റ് കുറച്ചൊന്ന് ഫ്ലാറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പവർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിൽ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു LED സ്ട്രിപ്പാണ്. അത് വളരെ ഭംഗിയാണ്, പ്രത്യേകിച്ച് നമ്മൾ രാത്രിയിലൊക്കെ കാണുന്ന നല്ല രസമാണ്. ആൻഡ് ഒരു സ്ലീക്കർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് കംപ്ലീറ്റ്ലി ലുക്സ് ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റീരിയർ, ഒരു മോഡേൺ ലുക്ക് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഒരു കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള എയർ ഡാമും ഗ്രൂഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ബമ്പർ പോർഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ലുക്സ് കംപ്ലീറ്റ്ലി മോഡേൺ. ഇനി സൈഡ് പ്രൊഫൈലിൽ വരുമ്പോഴും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഷീറ്റ് മെറ്റൽസ് മാറ്റങ്ങൾ ഈ ഒരു മോഡൽ ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടില്ല. ഒരു ആകെപ്പാട് ഒരു ചേഞ്ച് വന്നത് ഒരു അലോയ് വീൽസ് ആണ്. അതായത് ബേസ് വേരിയൻ്റ് തൊട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് ബേസ് സ്റ്റാർട്ടിംഗ് വേരിയൻറ്റിൽ 16 ഇഞ്ച് ആണെങ്കിൽ ഇതിൽ ടോപ്പ് എൻഡിലോട്ട് വരുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് വേരിയൻറ്റ് തൊട്ട് 17 ഇഞ്ച് അലോയ് വീൽസ് ആണ്. ഇപ്പം നമുക്ക് ഈ മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ബ്ലാക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള ട്രിംസ് ആണ് വന്നിരിക്കുന്നത്. മറ്റേ മോണ്ടെ കാർലോ അല്ലാത്ത വേരിയൻസിൽ ഫ്രണ്ടിൽ ഗ്രില്ലാണെങ്കിലും ഒക്കെ ബ്ലാക്ക്ഡ് ഔട്ട് അല്ല. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ എല്ലാം ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. മറ്റേ ക്രോം സ്ട്രിപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു റിക്വസ്റ്റ് സെൻസറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമിങ്, ORVMs കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി ഒരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ഷിംല ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളർ വേരിയൻ്റ് ആണ്. അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അതിപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ വന്നതാണ്. ദാറ്റ് ലുക്സ് പ്രെറ്റി. ഇനി റിയർ പ്രൊഫൈൽ നോക്കുവാണെങ്കിലും ആ ഒരു നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ തന്നെ ഒരു മാറ്റമാണ് ഇത് റിയലിൽ വന്നിരിക്കുന്നത്. ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൽ സ്കോഡ ലെറ്ററിങ് വന്ന് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിറ്റാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ മോഡലിൽ ഈ ഒരു ലൈറ്റ് പോർഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒന്ന് ട്രിം ചെയ്തിട്ട് ഒരു സ്ലീക്കറായി, അതും ഒരു കുറച്ച് വൈഡർ അപ്പീൽ കൊടുക്കുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ ഇത് മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക്ഡ് ഔട്ട് ആണ്. ഇവിടെ കുഷാക്കിന്റെ ബാഡ്ജ്, മോണ്ടെ കാർലോ ബാഡ്ജ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീച്ചർ ലോഡഡ് ആണ് ഇതിൻ്റെ ഒരു ബേസ് വേരിയന്റ് തൊട്ട് തന്നെ. അപ്പം ഈ ഡിഫോഗർ, വൈപ്പർ, വാഷർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസ് തൊട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെയും കാണാം. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ ബമ്പർ പോർഷൻസിൽ കണ്ട ആ ഒരു ഗ്രൂവ്ഡ് ഡിസൈൻ ഇവിടെയും ബാക്ക് സൈഡിലും വരുന്നുണ്ട്. സോ അതൊക്കെയാണ് നമുക്കൊരു റിയർ പ്രൊഫൈൽ, ഷാർക്ക് ഫിൻ ആന്റിന കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ നമുക്കൊരു സ്കോഡയുടെ ഡിസൈൻ ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇപ്പോൾ ഡിസൈൻസ് ഒക്കെ കുറച്ച് സൈഡ് വേസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കാർ ഡിസൈൻസ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ആ ഒരു ഫാമിലി ഡിസൈൻ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ലുക്സ് എ പാർട്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം.
491 ലിറ്റേഴ്സ് ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വൈഡർ ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്, നല്ലൊരു വൈഡ് സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് ബാഗ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഈസിലി ടേക്ക് ഓവർ ചെയ്യാനും എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെറിയൊരു ഡിപ്പുണ്ട്, സോ അതുകൊണ്ട് നമുക്കൊന്ന് ഹെവിയർ ഒബ്ജക്ട്സ് ഒക്കെ എടുക്കാനായിട്ട് എല്ലാം വലിയ പ്രശ്നമില്ല, ചെറുതായിട്ട് വരെയുള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പെയർ വീൽ കിട്ടുന്നുണ്ട്. ഒരു 1 ഇഞ്ച് താഴെയുള്ള ഒരു സൈസിലെ സ്പെയർ വീലാണ്, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹുക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ കൊള്ളാം. പിന്നെ ബോട്ടിൽ ഹോൾഡർ പോലെ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം എന്താണ്. അത് ജാക്കി വെക്കുന്ന സാധനം വരുന്നത്. സോ അതും വളരെ നല്ലൊരു എലഗൻ സ്റ്റൈൽ സ്കോഡ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ദി ബൂട്ട്സ്. ഇനി എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ടു ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു ഫ്രണ്ടും റിയർ സൈഡൊക്കെ ആക്ച്വലി. പക്ഷേ നമ്മൾ ഇന്റീരിയറിലോട്ട് വരുമ്പോൾ മാറ്റങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാലും മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഈ ഒരു ഡ്രൈവേഴ്സ് ക്ലസ്റ്ററാണ്. അത് ഇപ്പോൾ ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു പാനലാണ് വന്നിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്, അതിൻ്റെ അകത്ത് ഫങ്ഷണലാണ്, നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് ഗുണമാണ്. പിന്നെ ഒരു 10 ഇഞ്ചിൻ്റെ ഗൂഗിൾ പവേർഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് AI വരുന്ന ഒരു ടച്ച് സ്ക്രീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു UI എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആണ്. സോ അതും നല്ല ഭംഗിയുള്ള ഒരു സംഭവം, ഒരു അപ്ഡേറ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടെക്സ്ചർ ആണെങ്കിലും ഡാഷ്ബോർഡ് ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും സെയിം തന്നെയാണ്. പിന്നെ ഈ മോണ്ടെ കാർലോയിൽ വരുമ്പോൾ ആ ഒരു റെഡ് ഇൻലേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഒരു കാർബൺ ഫിനിഷ് പോലത്തെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡിസൈൻ ഒക്കെ വരുന്നത് നല്ലത് തന്നെയാണ്. കാരണം പിന്നെ AC വെൻസ് ഒക്കെ ആണെങ്കിലും പഴയ സെയിം തന്നെയാണ്, ഒരു കുറച്ച് ഫ്ലംസി ആയിട്ടുള്ള ഒരു വെൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും മൊത്തത്തിൽ ആ ഒരു ലുക്സ് ഒക്കെ സിമിലർ ആണ്, നല്ലതാണ്. താഴോട്ട് വരുമ്പോൾ നമുക്ക് പഴയ പോലത്തെ തന്നെ HVAC കൺട്രോൾസ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ്. അത് നമുക്കൊന്ന് യൂസ്ഡ് ആകാനുള്ള ഒരു ഇതാണ്. ഫിസിക്കൽ ബട്ടൺസിനെ അപേക്ഷിച്ച് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് സീറ്റ് വെന്റിലേഷൻ വന്നിട്ടുണ്ട്. ആ വെന്റിലേഷൻ കുറച്ച് സൗണ്ട് ഉണ്ട്, എന്നാലും ആ ഒരു വെന്റിലേഷൻ ഫീച്ചർ ഉണ്ട്, ദാറ്റ് ഈസ് ഗുഡ്. പിന്നെ AC കാര്യം, AC നേരത്തെ കംപ്രസർ, കഴിഞ്ഞ മോഡലിലെ ഒരു കംപ്രസർ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു കൂളിംഗ് ഒരുപാട് കംപ്ലയിൻസ് വന്നായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തന്നെ AC കൂളിംഗ് ഒക്കെ നല്ലതാണ്, സൗണ്ട് കുറച്ചുണ്ടെങ്കിലും കൂളിംഗ് വളരെ എഫക്റ്റീവ് ആണ്. ഇപ്പം വയർലെസ് ഒരു ചാർജർ താഴോട്ട് വരുമ്പോൾ ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിയർ ലിവറാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. അത് ചെറിയ ബോട്ടിൽസ് ആണ്, ഇപ്പോൾ 1 ലിറ്റർ ഒന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. നമുക്ക് ഡോറിൻ്റെ സൈഡ് പോക്കറ്റ്സിൽ വെക്കാം, 1 ലിറ്റർ ബോട്ടിൽസ് വെക്കാം. സ്റ്റോറേജ് ആണെങ്കിലും ഈ ഡാഷ്ബോർഡിൽ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അഡ്ജസ്റ്റബിൾ അല്ല, ഹെഡ് റെസ്റ്റ്, ഇത് ആംറെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, അതിൻ്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓട്ടോ ഡിമ്മിങ് IRVMs ഉണ്ട്. അത് ബേസ് വേരിയൻ്റ് തൊട്ട് സ്റ്റാൻഡേർഡ് ആണ്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സ്. പിന്നെ ഒരു കാര്യം വന്നിരുന്നത് ഇതാണ്, സൺറൂഫാണ്. സൺറൂഫ് ബേസ് വേരിയൻ്റ് തൊട്ട് ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ ടോപ്പ് എൻഡ്സിൽ വരുമ്പോൾ നമുക്ക് ഒരു പാനോറമിക് സൺറൂഫും വരുന്നു. സൺറൂഫിന് 2 സെപ്പറേറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ നമുക്ക് കർട്ടൻ മാത്രം മതി നമുക്ക് ഓപ്പൺ ആക്കില്ലെങ്കിൽ, ഇവിടെയാണ് അതിൻ്റെ ഒരു ബട്ടൺ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഗ്ലാസ് കൂടി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെയുണ്ട്. അതും ഒരു അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തതും നല്ല കാര്യം തന്നെയാണ്. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്, വളരെ എയറി ആൻഡ് ലൈറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് റിയർ സീറ്റ് എക്സ്പീരിയൻസ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് എൻ്റെ ഒരു ഹൈറ്റ്, എൻ്റെ ഒരു 5.6 ആണ്. അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ നല്ല ഒരു നീ റൂം തന്നെയുണ്ട്. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ 2026 ഇറങ്ങിയതിൽ മറ്റ് മോഡൽസ് നോക്കുമ്പോൾ ഒരുപാട് വലുപ്പം കൂടിയിട്ടുണ്ട്, ഇതിൻ്റെ സൈസ് വൈസ് ആണെങ്കിലും ഡയമെൻഷൻസിലാണെങ്കിലും. പക്ഷേ സ്കോഡയും നമ്മുടെ ഫോക്സ് വാഗനും ഒക്കെ സെയിം ഒരു പഴയ മോഡൽ തന്നെ, ആ ഒരു സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്, പ്ലാറ്റ്ഫോം ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡയമെൻഷൻസിനൊന്നും ഒട്ടും മാറ്റം വന്നിട്ടില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും ചെറിയ മോഡൽസ് ആണ് ഈ ഒരു 2 വണ്ടികളും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സ്പേസ് വൈസ് നമുക്ക് ഈ ബാക്ക് സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ അത് ഒട്ടും തന്നെ അങ്ങനത്തെ ഒരു ചെറിയ വണ്ടിയാണ്, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നില്ല. കാരണം നിങ്ങൾക്ക് കാണാം നല്ല കുറച്ചും കൂടെ ഹൈറ്റ് ഒക്കെ ഉള്ളവർ, 6 ഇഞ്ചൊക്കെ ഉള്ള ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് കാലൊക്കെ നീട്ടി വെക്കാൻ ഇവിടെ ഒരു കട്ടിങ്സ് ഒക്കെ ഉണ്ട് ഫ്രണ്ട് സീറ്റിൻ്റെ താഴെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് നല്ല ഒരു സീറ്റിംഗ് പൊസിഷനാണ്.
സീറ്റ് ആണെങ്കിലും സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പറയാൻ വിട്ടുപോയി. കാരണം സീറ്റ് നല്ല ഒരു കുഷനിങ്ങും നല്ല ഒരു ബോൾസ്റ്ററിങ് ഒക്കെ ഫീലിംഗ് ആണ്. നമ്മളൊരു കൊക്കോൺ ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു എയറിനെസ്സും ലൈറ്റ്നെസ്സും ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കറക്റ്റ് ഒരു എർഗണോമിക്കലി ഒരു എന്താ പറയുക, ഒരു അതിൻ്റെ കറക്റ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ക്ലാംഡ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നില്ല. അത്യാവശ്യം ഫ്ലോറൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു ബമ്പൊന്നും വലുതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3 പേർക്ക് വലിയ കുഴപ്പമില്ലാതിരിക്കാം. കുറച്ച് കഷ്ടമാണ് ലോങ് ഡിസ്റ്റൻസിൽ. പക്ഷേ ഇനി 2 പേരെ ഉള്ളെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ആംറെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ചെറുതാണ്, വലിയ ബോട്ടിൽസ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. ചെറിയ കപ്സ് ഒക്കെ വെക്കാം. ഇവിടെ സൈഡ് പോക്കറ്റ്സിൽ അഗെയിൻ 1 ലിറ്റർ വെക്കാവുന്ന ബോട്ടിൽസ് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് 3 അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. ഈ മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബ്ലാക്ക് സീറ്റ്സ് പ്ലസ് റെഡ് ഇൻസേർട്സ് വന്നിരിക്കുന്നത്. അത് കാണാൻ ബ്ലാക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു പ്രത്യേകിച്ച് എടുത്ത് ഇഷ്ടപ്പെടും. കാരണം ഒരു റെഡ് ഇൻസേർട്സ് വരുമ്പോൾ ഒരു ഭംഗിയുണ്ട്. മറ്റ് മോഡൽസിലെ ഒരു ക്രീമിഷ് ബീജ് കളർ സീറ്റ്സ് ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സിഗ്നേച്ചർ വേരിയൻ്റ് എനിക്ക് തോന്നുന്നു ഒരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഡിഫറൻസ് ഉള്ള സീറ്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതും കാണാൻ ഭംഗി തന്നെയാണ് കേട്ടോ. അപ്പം ഇതും ഒരു രസമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അതായത് സ്കോഡ നമ്മൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെഗ്മെന്റിൽ നമ്മൾ സാധാരണ ഹയർ സെഗ്മെന്റ്സിൽ 1-2 സെഗ്മെന്റ്സിന് എബവ് കണ്ടിരുന്ന ഒരു ഫീച്ചറാണ് മസാജ് സീറ്റ്സ്. അത് ആദ്യമായിട്ട് സ്കോഡ ഈ ഒരു സെഗ്മെന്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമുക്കിവിടെ ഇവിടെ 2 ബട്ടൺസ് നമുക്ക് കാണാം. ആ ബട്ടൺസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എയർ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഉള്ള ഒരു ഫംഗ്ഷനാണ്. ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഹൈ എൻഡ് മസാജും കാര്യങ്ങളൊന്നും അല്ല. എന്നാലും നമുക്കൊരു ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ പോകുമ്പോൾ നമുക്കത് നല്ല രീതിയിലൊരു കുറച്ചൊരു റിലാക്സേഷൻ ഫീൽ തരുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്കോഡ പ്രത്യേകിച്ച് കുഷാക്ക് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് അല്ല, എൻതൂസിയാസ്റ്റിക് എടുക്കുന്ന വണ്ടികളാണ്. അപ്പോൾ ഇത് ഈ ഒരു വെന്റിലേഷൻ ഫീച്ചർ പുറകോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയേനെ. പിന്നെ ഫ്രണ്ടിലെ സീറ്റൊക്കെ 6 പവേർഡൊക്കെയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓക്കെയാണ്. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം, അല്ലെങ്കിൽ പറയാൻ തെറ്റിപ്പോയൊരു കാര്യം, ഒരു മിസ്റ്റേക്കാണ്. അതായത് അഡ്ജസ്റ്റബിൾ ആണ്. ഈ ആംറെസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്. ഞാൻ പുറകിലിരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. അപ്പം അത് ഒരു മിസ്റ്റേക്കാണ്. പിന്നെ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്സ് കൊടുത്തില്ല. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ഇതൊരു 18 lakhs 20 lakhs അടുത്ത് വരുന്നുണ്ട് ഓൺ റോഡ് വരുമ്പോൾ. അപ്പോൾ എന്നിട്ടും ബ്ലൈൻഡ്സ് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു മിസ്സിംഗ് ആണ്. 360 ക്യാമറ വന്നിട്ടില്ല ഈ ഒരു 2026-ലും. എഡാസ് കൊടുത്തിട്ടില്ല. സോ ഇതൊക്കെ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള വന്നിട്ട് കാര്യങ്ങൾ. ബാക്കി കൊണ്ട് ഒരു ബേസിക്സ് വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം കൊണ്ടും വളരെ ഒരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ഒപ്പം അടിപൊളിയാണ് വണ്ടി. നമുക്ക് എൻജിൻ സ്പെക്സ് ഒന്ന് കണ്ടു നോക്കാം. എൻജിൻ പവർ ഫിഗേഴ്സിലൊന്നും പഴയത് വെച്ച് വലിയ മാറ്റമില്ല. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമുക്ക് അറിയാം, നേരത്തെ തൊട്ട് സ്കോഡയുടെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. TSI 1 ലിറ്റർ TSIയും 1.5 ലിറ്റർ 150 ഹോഴ്സ് പവർ വരുന്ന ഒരു എൻജിൻസ് ആണ്. ഇതിലും സെയിം ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. ഇത് 1 ലിറ്റർ വേരിയൻ്റ് ആണ്. 1 ലിറ്റർ വേരിയന്റിൽ ഒരു ന്യൂവർ അഡീഷൻ വന്നിട്ടുണ്ട്. അത് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അത് എയ്സിൻ പവേർഡ് ആയിട്ടുള്ള സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഗിയർ ബോക്സ് നമുക്ക് ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം. പിന്നെ പവർ ഔട്ട്പുട്ട് വരുന്നത് ഇതൊരു 100 bhpയും അതുപോലെ 178 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോക്കുമാണ് വരുന്നത്. 3 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വൈബ്രേഷൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്കോഡ നമുക്കൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് എന്നും ഒരു ഫെമിലിയർ സ്പേസ് ആണ്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് സ്കോഡ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്കിവിടെ ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽസ് ലൈക്ക് ഫെമിലിയർ. നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. അത് താങ്ക്സ് ടു സ്കോഡ എഞ്ചിനീയറിംഗ്, അവരുടെ ഒരു മികവാണ് കാണുന്നത്, എർഗണോമിക്സും എല്ലാം കൊണ്ടും. ഇനി ഇതിൽ വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഗിയർ ബോക്സ് ആണ് ന്യൂവസ്റ്റ് എഡിഷൻ. ബാക്കി എഞ്ചിനൊക്കെ സെയിം ആണ്. AQ300 എന്ന് പറയുന്ന എയ്സിൻ പവേർഡ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ്. നമ്മൾ ആദ്യം സംശയിച്ചു എന്താണ് ഈ ഒരു ചെറിയ ഒരു എഞ്ചിനിലൊക്കെ 1 ലിറ്റർ എഞ്ചിനിലൊക്കെ ഒരു ഇത്രയും ഗിയർ റേഷ്യോസ് 8 പവേർഡ് ആയിട്ടുള്ള ഗിയർ ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി എമിഷൻസ് കുറയ്ക്കും ഫസ്റ്റ്. പിന്നെ അതുപോലെ എഫിഷ്യൻസി, അതോടൊപ്പം എഫിഷ്യൻസി കൂടും. ആൻഡ് പിന്നെ ഡ്രൈവബിലിറ്റി ഒന്നും കൂടി മെച്ചപ്പെടും. ഇതൊക്കെയാണ് അവർ പറയുന്ന റീസൺസ് എന്ന് പറയുന്നത്. ആൻഡ് AQ300 ആണ്, അതാണ് അവരുടെ ഒരു കോഡ് നെയിം. AQ250 ആയിരുന്നു നേരത്തെ 6 സ്പീഡ് ഗിയർ ബോക്സ്. അത് മാറ്റിയിട്ടാണ് ഇത് വന്നിരുന്നത്. ഇത് ഇനിയിപ്പം നമുക്ക് മാരുതി, ടാറ്റ, മഹീന്ദ്ര, സിട്രോൺ ഇതിലെല്ലാം ഈ ഒരു ഗ്ലോബൽ റീപ്ലേസ്മെന്റ് ആയിരിക്കും ഈ ഒരു AQ. ഇപ്പം ഇനി ഇതൊരു
ചൈനയിലായിരിക്കും ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കും. അതും ഒരു ബെനിഫിറ്റാണ്. നമുക്ക് കസ്റ്റമർക്കും ആ ബെനിഫിറ്റ് കിട്ടിയാൽ നല്ലതാണ്. പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി മെച്യൂർഡായി. കാരണം നേരത്തെ നമ്മൾ പഴയ ഫോക്സ് വാഗൻ അല്ലെങ്കിൽ സ്കോഡയുടെയൊക്കെ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു എൻജിൻ ട്യൂണിങ്ങിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. കാരണം ഒന്ന് ക്രീപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുമ്പോൾ വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ഉണ്ട്, ഇപ്പോഴും ഇത് മാറിയിട്ടില്ല. എന്നാലും കുറച്ച് മെച്യൂർഡായി, അത്ര അങ്ങോട്ട് പുഷിങ് തോന്നുന്നില്ല. പിന്നെ അതോടൊപ്പം തന്നെ 6 സ്പീഡിലൊക്കെ കുറച്ചൊരു എന്താ പറയുക, ഒരു ഡിസി, ഒരു ലാഗ് ഫീൽ വന്നിരുന്നത് ഇതിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ, നമ്മൾ കാല് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അത് നമ്മൾ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഈ ഗിയർ ബോക്സ് തരുന്നുണ്ട്. ഡ്രൈവബിലിറ്റിയും തരുന്നുണ്ട്, അതുപോലെ എഫിഷ്യൻസിയും തരുന്നുണ്ട്. ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് ഇപ്പോൾ ഈ 1 ലിറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻസ് ഒക്കെ നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അത് കഴിയുമ്പോൾ വൺസ് നമ്മളൊന്ന് ആക്സലറേറ്റ് ചെയ്ത് ഒരു 2000 RPM ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വണ്ടി കുറെ കൂടി സ്മൂത്തറാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വിസിബിലിറ്റി ആണെങ്കിലും ഈ ഒരു എ പില്ലറൊക്കെ കുറച്ച് സ്ലിമ്മർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഏരിയാസ് നല്ല വൈഡാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ഒരു ക്ലസ്റ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമുക്ക് ഫോൺ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ ഇതിൻ്റെ അകത്ത് കിട്ടും, ഒരു ആരോസ്. അപ്പോൾ അതുമൊക്കെ നമുക്ക് കുറച്ചും കൂടി ഡ്രൈവർ ഫ്രണ്ട്ലിയാണ്. പിന്നെ നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി എൻതൂസിയാസം. ആൻഡ് പിന്നെ നമുക്ക് ഈ സ്റ്റിയറിംഗ് ആണെങ്കിലും, സ്റ്റിയറിംഗ് നമ്മൾ നേരത്തെ തൊട്ട് കഴിഞ്ഞ ഒരു മോഡൽ തൊട്ടുള്ള സെയിം സ്റ്റിയറിംഗ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നത് ഒരു വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു നല്ല ഹോൾഡ് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ, ഫീഡ്ബാക്ക് ആണെങ്കിലും നല്ല ഒരു ഫീഡ്ബാക്ക് തരുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. കുറച്ചുകൂടി ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ പിന്നെ നമുക്കൊന്ന് ആക്സിലറേഷൻ കാലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ പുഷ് ചെയ്ത് കയറുന്നുണ്ട്. സോ ഒരു 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ എത്താനായിട്ട് ഒട്ടും തന്നെ സമയം എടുക്കുന്നില്ല. അപ്പം ഇനി സേഫ്റ്റിയുടെ കാര്യത്തിലും ഒട്ടും ഒരു കുറവ് വരുത്തിയിട്ടില്ല സ്കോഡ ഈ ഒരു മോഡൽ ഇറക്കിയപ്പോൾ. കാരണം ബേസ് വേരിയൻ്റോട്ട് തന്നെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ആൻഡ് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും, അതായത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെൻസേഴ്സ് ഫ്രണ്ടിലും റിയർ സൈഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ക്ലോസറായിട്ടൊക്കെ പോകുമ്പോൾ തന്നെ നമുക്കത് ആ ഒരു വാർണിംഗ് ബീപ്പ് സൗണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് കോൺഫിഡൻ്റ് ആണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴുള്ള, തട്ടാതെ മുട്ടാതെയൊക്കെ നമുക്ക് കൊണ്ടു നടക്കാം. പിന്നെ നമുക്ക് ബ്രേക്സ് വരുന്നത് 1 ലിറ്ററിൽ ഫ്രണ്ടിൽ ഡിസ്കും ബാക്ക് സൈഡിൽ ഡ്രം ബ്രേക്സും ആണ്. 1.5 4 ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. സോ അതും ആ ഒരു നമുക്ക് കോൺഫിഡൻറ്റ് ഫീൽ ചെയ്യാം. നമുക്ക് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോഴും നമുക്ക് ബ്രേക്ക്, അത്യാവശ്യം സഡൻ ബ്രേക്സ് ഒക്കെ വരേണ്ട കാര്യത്തിൽ നമുക്ക് നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റും, വേറെ ചിന്തിക്കാതെ. പിന്നെ ESC, അങ്ങനെ ഹിൽ ഹോൾഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ പറഞ്ഞല്ലോ ബേസ് തൊട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ത്യക്കാർ എന്നും എപ്പോഴും ഒരു വാല്യൂ ഫോർ മണി കോഷ്യന്റ് നമ്മൾ നോക്കാറുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൈസയ്ക്ക് മുതലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് എടുത്ത നമുക്ക് ശരിക്കും അതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്. കാരണം അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന 10.69 lakhs-ലാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇന്ന് ഈ ഒരു സെഗ്മെന്റിൽ മറ്റൊരു കമ്പനിയും ഒരു മോഡൽസും കൊടുക്കാത്ത അത്രയും ഫീച്ചർ പാക്ഡ് ആയിട്ടാണ് സ്കോഡ ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തത്. ഇതിന്റെ സിസ്റ്റം മോഡൽ ഫോക്സ് വാഗൻ ടൈഗൺ പോലും ഫേസ് ലിഫ്റ്റ് ഇറക്കിയപ്പം ഈ ഫീച്ചേഴ്സ് ഒന്നും തന്നെ കൊടുത്തില്ല. അതായത് പവേർഡ് ആയിട്ടുള്ള ORVMs, പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ, പിന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഡിഫോഗേഴ്സ്, പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും, അലോയ് വീൽസ്, സൺറൂഫ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതൊരു വാല്യൂ ഫോർ മണി ആയതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം വന്നത് ഇതിന് നെക്സ്റ്റ് വേരിയൻ്റ് തൊട്ട് കുറച്ച് വാല്യൂ ഫോർ മണി ആണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. കാരണം ഒരു 4 lakh ഡിഫറൻസ് വരുന്നുണ്ട്. ക്ലാസിക്കിൽ നിന്ന് സിഗ്നേച്ചറിലോട്ട് വരുമ്പം 14.59 lakhs തന്നെയാണ് സിഗ്നേച്ചർ മോഡൽസ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് കുറച്ച് കോസ്മെറ്റിക് ടിക്സ്, പിന്നെ കുറച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബേസ് വേരിയന്റ് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ഹാഷ് ബാക്കിൽ നിന്ന് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയൊരു സെഗ്മെന്റിൽ കോമ്പാക്ട് SUV നിന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു വാല്യൂ, ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് എടുക്കാം. ഒട്ടും അതൊരു എന്താ പറയുക, ഒരു റോങ് ചോയ്സ് ആയിട്ട് തോന്നത്തില്ല. കാരണം വണ്ടി എന്തുകൊണ്ടും ഫീച്ചർ പാക്ഡ് ആണ്. സ്കോഡയുടെ ഒരു എഞ്ചിനുണ്ട്. പിന്നെ 1 ലിറ്റർ ആണ് ഇത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു എൻതൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമുക്ക് വി ഹാവ് ദ ഓപ്ഷൻ ഓഫ് 1.5 DSG, അതുണ്ട് അപ്പുറത്തെ സൈഡിൽ. സോ അതിന് തീർച്ചയായിട്ടും പ്രൈസ് കൂടുതൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നെ
അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് സ്കോഡയുടെ ആ ഒരു എഞ്ചിനീയറിംഗ് മികവും പിന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡേൺ ലുക്കും തീർച്ചയായിട്ടും ഒരു അടുത്തൊരു 5 വർഷം ഒരു 10 വർഷത്തേക്കൊക്കെ ഇതൊരിക്കലും ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഒരു സ്ലീക്കർ ഡിസൈൻ ഒന്ന് ഇന്നത്തെ കാലത്ത് ചേരുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്ന ഒരു മോഡലാണ് സ്കോഡ കുഷാക് 2026. താങ്ക്സ് ഫോർ വാച്ചിങ്.